ഓം ശാന്തി. ഞാൻ മാസ്റ്റർ ആത്മീയ സർജനാണ്. സ്വയം തന്നെ ഈ ലോകത്തിൽ നിന്നും ഏതാനും നിമിഷങ്ങൾ വേർപെടുത്തുന്നു. സ്ഥൂല ലോകത്തെയും സ്ഥൂല ശരീരത്തെയും മറക്കുന്നു. എന്റെ ചൈതന്യ അസ്തിത്വത്തിന്റെ അനുഭൂതി ചെയ്യുന്നു. ഞാൻ ഒരു ദിവ്യ ജ്യോതിബിന്ദു ആത്മാവാണ്. ഈ ശരീരത്തിൽ ഭ്രുകുടി മധ്യത്തിൽ സ്ഥിതി ചെയ്യുന്നു. ജ്യോതിബിന്ദുവായി മനസ്സിൽ കേവലം ഒരു സുപ്രീം ജ്യോതിബിന്ദു ശിവബാബയുടെ സ്മൃതി ഉണർത്തുന്നു. സുപ്രീം ഫാദർ ശിവബാബ ആത്മാക്കളുടെ സർജനാണ്. സുപ്രീം സർജൻ ബാബ പരമധാമത്തിൽ നിന്നും വന്നിരിക്കുകയാണ്. വികാരങ്ങളുടെ കാരണത്താൽ രോഗികളായ ആത്മാക്കളുടെ ആത്മീയ ഓപ്പറേഷൻ ചെയ്യാനായി. ശിവബാബ വൈദ്യനാഥനാണ്. സർവ ആത്മാക്കളുടെയും സത്യമായ വൈദ്യനാണ്. ഞാൻ അനുഭവം ചെയ്യുകയാണ്. സുപ്രീം സർജൻ ശിവബാബ ഞാൻ ആത്മാവിന് ജ്ഞാനരൂപി ഇഞ്ചക്ഷൻ തരികയാണ്. യോഗത്തിന്റെ മരുന്നിലൂടെ എന്നിൽ ശക്തി നിറക്കുന്നു. പരമാത്മജ്ഞാനത്തിലൂടെ എൻ്റെ ഉള്ളിലെ നെഗറ്റിവിറ്റി പൂർണ്ണമായും സമാപ്തമാകുന്നു. വികാരങ്ങളുടെ രോഗങ്ങൾ പതുക്കെ പതുക്കെ സമാപ്തമായിരിക്കുന്നു. ഞാൻ ആത്മാ ശുദ്ധമായിക്കൊണ്ടിരിക്കുന്നു. ശക്തികളാൽ നിറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഞാൻ തീർത്തും നിരോഗിയാകുന്നു. സുപ്രീം സർജൻ ബാബ തന്റെ മുഴുവൻ ജ്ഞാനവും മുഴുവൻ ശക്തിയും എനിക്ക് നൽകിയിരിക്കുന്നു. ആത്മാക്കളുടെ ആത്മീയ സർജറി ചെയ്യാൻ എന്നെയും പഠിപ്പിച്ചു. തനിക്ക് സമാനം മാസ്റ്റർ ആത്മീയ സർജനാക്കിയിരിക്കുന്നു. അന്യാത്മാക്കളെ ജ്ഞാന ഇഞ്ചക്ഷനിലൂടെ വീണ്ടും ആരോഗ്യവാനാക്കുന്നു. എന്നിൽ ശാന്തിയും കരുണയും നിറഞ്ഞിരിക്കുന്നു. എന്റെ ഓരോ സങ്കല്പവും ശുഭസങ്കല്പമാണ്. ദൃഷ്ടിയിലൂടെ ശക്തി നൽകുന്നു. ആത്മാക്കളെ ബാബയുടെ അടുത്തെത്തിച്ച് ജ്ഞാന ഇഞ്ചക്ഷൻ നൽകുന്നു. വികാരി മനസ്സുകളെ ശുദ്ധതയാലും സത്യതയാലും നിറച്ചുകൊണ്ടിരിക്കുന്നു. വികാരങ്ങളുടെ രോഗത്തിൽ നിന്നും മുക്തമാക്കുന്നു. വീണ്ടും നിരോഗിയാക്കുന്നു. ഇപ്പോൾ ഞാൻ സർവശക്തിവാൻ സുപ്രീം സർജൻ ശിവബാബയുടെ സഹയോഗിയാണ്. ബാബയുടെ ശക്തിയിലൂടെ ജ്ഞാനത്തിലൂടെ മുഴുവൻ വിശ്വത്തെയും സുന്ദരവും
നിരോഗിയുമാക്കുന്നു. ബാബ ബാബ എന്നത് ഏറ്റവും മധുരമായ വാക്കാണ്. ഞാൻ സദാ ബാബ ബാബ എന്ന് പറയുന്നു. എല്ലാവർക്കും ശിവബാബയുടെ പരിചയം നൽകിക്കൊണ്ടിരിക്കുന്നു. ഞാൻ സർവ ആത്മാക്കളുടെയും സൃഷ്ടിയുടെയും ഓപ്പറേഷൻ ചെയ്യുന്നു. ബാബ അവിനാശി സർജനാണ്. ഇപ്പോൾ മുഴുവൻ സൃഷ്ടിയും രോഗിയാണ്. പിന്നീട് രോഗത്തിന്റെ പേരോ അടയാളമോ ഉണ്ടാകുന്നില്ല. ഞാൻ ധൈര്യശാലിയായി ഇവിടെയുള്ള ദുഃഖങ്ങളിൽ നിന്നും രക്ഷപ്പെടുന്നു. എല്ലാവരും സ്വയം ആത്മാവാണെന്ന് മനസ്സിലാക്കി ബാബയെ ഓർമ്മിക്കുന്നു. പരസ്പരം സഹോദരി സഹോദരങ്ങളാണ്. വികാരി ദൃഷ്ടിയില്ല. ഇത് സുഖ ദുഃഖത്തിന്റെയും ജയപരാജയത്തിന്റെയും കളിയാണ്. ഇപ്പോൾ ബാബയെ ഓർമ്മിച്ച് അരകൽപ്പത്തേക്ക് രാജ്യഭാഗ്യം നേടുന്നു. ഇപ്പോൾ മുഴുവൻ ലോകവും രാവണ രാജ്യമാണ്. പിന്നീട് രാമരാജ്യം അഥവാ ഈശ്വരീയ രാജ്യം സ്ഥാപിക്കാൻ ബാബയ്ക്ക് വരേണ്ടതായിട്ടുണ്ട്. എപ്പോഴും ബാബ ബാബ എന്ന് പറയുന്നു. ഈശ്വരൻ അഥവാ പ്രഭു എന്ന വാക്ക് മറന്നു പോകുന്നു. ഏറ്റവും മധുരമായത് ബാബ എന്ന വാക്കാണ്. ഞാൻ ശിവശക്തിയാണ്. മുഖകമലത്തിലൂടെ ജ്ഞാനാമൃതം വരണം. ജ്ഞാനാമൃതം കുടിക്കുന്നതിലൂടെ ദേവതയായി മാറുന്നു. ബാബയുടെ പേരാണ് അവിനാശി സർജൻ. മുഴുവൻ വിശ്വത്തിന്റെയും ഓപ്പറേഷൻ ചെയ്യുന്നു. പിന്നെ ദുഃഖമുണ്ടാകില്ല. ഇപ്പോൾ ഞാൻ ആത്മാവിന്റെ കൂട്ടുകെട്ട് സത്യമായ ബാബയോടൊപ്പമാണ്. ബാബ ഒരേ ഒരു തവണ ആത്മാക്കളെ പവിത്രമാക്കി കൂടെ കൊണ്ടുപോകുന്നു. ബാബ കുട്ടികളെ കണ്ണുകളിലിരുത്തി കൂടെ കൊണ്ടുപോകുന്നു. ഇത് മൂന്നാം നേത്രത്തിന്റെ കാര്യമാണ്. ശിവബാബയുടെയും കുട്ടികളുടെയും വിവാഹ ഘോഷയാത്രയാണ്. ബാബ പ്രിയതമനാണ്, അമരനാഥനാണ്. എല്ലാ ആത്മാക്കളും പാർവതിമാരാണ്. അമരനാഥൻ അമരകഥ കേൾപ്പിക്കുന്നു. ഞാൻ മുള്ളിൽ നിന്നും സ്വർണ പുഷ്പമായി മാറുന്നു. ആത്മാക്കൾ സ്വർണ പുഷ്പങ്ങളായി താഴേക്ക് അവതരിക്കുന്നു. എനിക്കു വേണ്ടി ബാബ സ്വർഗം കൊണ്ടുവരുന്നു. ശിവബാബയുടെ ഓർമ്മ ചിഹ്നം കൂടെയുണ്ടെങ്കിൽ ബാബയുടെ സ്മൃതി ഉണ്ടാകുന്നു. ഞാൻ സത്യത്തിന്റെ കൂടെ തിരികെ പോകും. ഒരിക്കലും അസത്യം പറയില്ല. ബാബ വരദാനം തന്നിരിക്കുന്നു. ഓർമ്മയുടെ ബലത്തിലൂടെ തന്റെയും മറ്റുള്ളവരുടെയും ശ്രേഷ്ഠ പുരുഷാർത്ഥത്തിന്റെ ഗതിവിധികളെ അറിയുന്ന മാസ്റ്റർ ത്രികാലദർശിയായി ഭവിക്കൂ. ദിവ്യബുദ്ധിയായി മാറുന്നതിലൂടെയും ഓർമ്മയിൽ ശുദ്ധ സങ്കല്പങ്ങളിൽ സ്ഥിതി ചെയ്യുന്നതിലൂടെയും ത്രികാലദർശിയായി ഭവിക്കട്ടെ എന്ന വരദാനം പ്രാപ്തമാകുന്നു. സർവരുടെയും
സഹയോഗിയായി മാറുകയാണെങ്കിൽ സ്വതവേ സ്നേഹം ലഭിച്ചുകൊണ്ടിരിക്കും. മനസ്സാസേവനത്തിലൂടെ ശുദ്ധ സങ്കല്പങ്ങളുടെ സ്റ്റോക്ക് വർദ്ധിപ്പിക്കൂ. ശുഭഭാവനകളാൽ സമ്പന്നമാകൂ. ഓം ശാന്തി.